മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രമിലേക്ക് സ്വാഗതം. മാജിക് അവൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബക്രീദ് ആശംസകൾ. ഇന്ന് ബക്രീദ് ദിനം. ബക്രീദ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഏറ്റവും പുണ്യമുള്ളൊരു ദിവസമാണ്. അപ്പോൾ പുണ്യദിനമാണ് ഇന്നത്, ഹോളിഡേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം, നല്ലൊരു പെരുന്നാൾ ആഘോഷം. ഇത് വലിയ പെരുന്നാളാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ബിരിയാണി ഇഷ്ടമല്ലാത്ത ആരുമില്ല. പലതരം ബിരിയാണികൾ മാജിക് അവനിലൂടെ നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞതാണ്. എങ്കിലും ഇതുവരെ പരീക്ഷിക്കാത്തൊരു ബിരിയാണി ബാക്കിയുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, എല്ലാവർക്കും അറിയുന്നതുമാണ്. പക്ഷേ നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ ബക്രീദിന് നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മീൻ ബിരിയാണി ആരോഗ്യത്തിനും വളരെ നല്ലത്. കാര്യം മത്സ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ തീർച്ചയായും ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരു പക്ഷേ റെഡ് മീറ്റ് അല്ലെങ്കിൽ പലതരം ഇറച്ചി, ചിക്കനും അത് കഴിഞ്ഞിട്ടുള്ള പലതരം മാട്ടിറച്ചിയും ആട്ടിറച്ചിയുമൊക്കെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും ആരോഗ്യത്തിന് നല്ലത് മീൻ കൊണ്ടുള്ള ബിരിയാണി തന്നെയാണ്. അപ്പോൾ മീനിനെ ഞാൻ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു മീൻ ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ഫിഷ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്മീൻ 1/2 കിലോ വട്ടത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, നല്ല ഇനം ബിരിയാണി അരി 3/4 കിലോ, ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 8 എണ്ണം ചതച്ചത്, പട്ട 2 കഷ്ണം, ഗ്രാമ്പു 5 എണ്ണം, ഏലക്ക 5 എണ്ണം, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, സാജീരകം 1/2 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂൺ, സവാള 3 വലുത് ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ 3 വലുത് ചെറുതായി അരിഞ്ഞത്, തേങ്ങ ചിരകിയത് 1 കപ്പ് നന്നായി അരച്ചെടുത്തത്, നാരങ്ങാനീര് 5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 1/2 കപ്പ്, ഡാൽഡ 100 ഗ്രാം, നെയ്യ് 1/2 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, പുതിനയില അരിഞ്ഞത് 1/2 കപ്പ്. ഇനി അലങ്കരിക്കാൻ വേണ്ട ചേരുവകൾ: അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, സവാള 1 എണ്ണം നീളത്തിലരിഞ്ഞത്. ഇനി മീൻ വറുക്കാൻ ആവശ്യമായ ചേരുവകൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അങ്ങനെ നമ്മളുടെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ മീനിൻ്റെ കഷ്ണം, ഇപ്പോൾ 1/2 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 കഷ്ണം മീനുണ്ട്. ഇതൊരു വലിയ വട്ടമല്ല, അതുകൊണ്ട് ഒരു ചെറിയ സൈസാണ്, അതുകൊണ്ട് ഈ രീതിയിലുള്ള വട്ട പീസ്. ഇനി വേണ്ടത് ഇതിൽ നിന്നും ഒരു 2 കഷ്ണം നമുക്ക് ആദ്യമേ മാറ്റാം. ഏത് പീസ് മാറ്റണം? അത് നമുക്കൊരു 2 കഷ്ണം മാറ്റാം. നമ്മളുടെ മീനിൻ്റെ ഇത് 2 കഷ്ണം മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ: ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി അധികം വേണ്ട, കാര്യം നമ്മളുടെ ബിരിയാണിയുടെ നിറം മാറാൻ പാടില്ല. അതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി മാക്സിമം, അത്ര മതി. അല്പം ഉപ്പാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മീനിൻ്റെ കഷ്ണങ്ങളിൽ പിടിക്കാനുള്ള ഉപ്പ്. ഇത്രയും കാര്യങ്ങളായി. ഇനി ഇത് നമ്മൾ ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് ഈ മീനിൻ്റെ പീസസിലിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നു. ഇപ്പം മീനിൽ എന്തെങ്കിലും കുറച്ച് ഈർപ്പം ഉണ്ടാവുമല്ലോ, അത് മതിയാകും. എല്ലാ ഭാഗത്തും നന്നായിട്ടാകുന്ന രീതിയിൽ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വറുത്ത് തുടങ്ങാം. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾക്ക് മീൻ വറുക്കാനുള്ള എണ്ണ ചൂടാക്കാം. ഇനി നമുക്ക് ഒരു പരന്ന ഒരു ഫ്രൈയിങ് പാൻ എടുക്കാം. എന്നിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുക്കുക എന്ന് പറയുമ്പോൾ മീൻ വറുക്കാനായിട്ട് നമ്മൾ എണ്ണ മാത്രമല്ല ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ ഇത് നമ്മൾക്ക് ഈ ബിരിയാണി കംപ്ലീറ്റ് നെയ്യിൽ തയ്യാറാക്കാം. പക്ഷേ ഫുൾ നെയ്യാണെങ്കിൽ, മുഴുവനും നെയ്യിൽ തയ്യാറാക്കിയാൽ ഒരു നെയ്യുടെ അതിപ്രസരം ചിലപ്പോൾ തോന്നും. അപ്പോൾ മീൻ വറുക്കുന്നതൊക്കെ ഒരല്പം എണ്ണയിലാകാം. ആ എണ്ണ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, ഏത് തരം എണ്ണയായാലും മതി. വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമില്ല. റിഫൈൻഡ് ഓയിൽ, അതിനോടൊപ്പം കുറച്ച് ഡാൽഡ, വേണമെങ്കിൽ നെയ്യാകാം, പക്ഷേ അതിന് പകരം ഡാൽഡയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 100 ഗ്രാം ഡാൽഡയും ഉരുകാനായിട്ട് ചൂടാകാം. അതിനോടൊപ്പം നമ്മളൊരു 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, എണ്ണ. അപ്പോൾ ഡാൽഡ ഒന്ന് ഉരുകിക്കോട്ടെ. അതിനോടൊപ്പം നമ്മൾ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ 100 ഗ്രാം ഡാൽഡ ഉരുകി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ, എണ്ണ, 1/2 കപ്പ് എണ്ണയും ഒഴിച്ചു. ഇതൊന്ന് ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മീൻ വറുക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് മീൻ മാരിനേറ്റഡ് ആയിട്ട് ഇരിക്കണം. കാര്യം മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ആ സമയം കൊണ്ട്
ഒരു കാര്യം നമുക്ക് ചെയ്യാം. അലങ്കാരത്തിന് ആവശ്യമുള്ള സവാള ആദ്യമേ അങ്ങ് വറുത്തു മാറ്റാം. അപ്പോൾ ഒരു സാധാരണ ബിരിയാണിയിൽ നമ്മൾ എന്താ കാണുന്നത്, മേൾ ഭാഗത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാള വറുത്തതും അതല്ലേ കാണുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ആദ്യമേ അങ്ങ് ചെയ്ത് മാറ്റാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ മീനിൽ ഇങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അങ്ങനെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂത്ത് കഴിഞ്ഞു. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും. ആദ്യം കിസ്മിസ് ആകാം. ഞാൻ തീയൊരൽപ്പം കുറച്ചു. കാര്യം നമ്മുടെ സവാള ഇങ്ങനെ മൂത്ത് തുടങ്ങുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കോരി തുടങ്ങണം. കാര്യം അത്ര നമ്മൾ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ബാക്കി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മളുടെ കിസ്മിസ് ഇങ്ങനെ ബബിൾസായി വന്നു കഴിഞ്ഞു. ഇനി അതിലേക്കാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് കുഴിച്ചത്. അപ്പോൾ കിസ്മിസും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. അണ്ടിപ്പരിപ്പും ഇനി ഇതും എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന എണ്ണ ഡാൽഡ കോമ്പിനേഷൻ എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അലങ്കാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആയി. അപ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളുടെ മീനും പാകത്തിന് മാരിനേറ്റഡ് ആയി കഴിഞ്ഞു. മീനിൻ്റെ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഷാലോ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ മുങ്ങി കിടക്കാൻ ആവശ്യമുള്ള എണ്ണയുണ്ട്. എങ്കിലും നമ്മൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒരു പാകത്തിന് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് ക്രിസ്പി ആകണ്ട, ഒരു അല്പം പാകത്തിന് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചും മറിച്ച് വിട്ടെടുക്കുക. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് മൂപ്പിച്ച് അതിൻ്റെ സോഫ്റ്റ്നെസ് കളയരുത്. അപ്പോൾ ഇച്ചിരി ഒരു മൃദുത്വം ഉണ്ടാകണം. മൃദുവായിരിക്കണം, അല്ലാണ്ട് ഭയങ്കര ഹാർഡാകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മൂത്താൽ മതി. അപ്പോൾ മീനിൻ്റെ എല്ലാ കഷ്ണങ്ങളും നമ്മൾ വറുത്ത് മാറ്റി കഴിഞ്ഞു. അപ്പോൾ 2 കഷ്ണം മീൻ മാറ്റി വെച്ചിട്ടുണ്ട് വറുക്കാണ്ട്. അത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അത് മസാലയ്ക്ക് വേണ്ടി മസാലയിൽ ഇടാനായിട്ട് പച്ചയ്ക്ക് വെച്ചിരിക്കുവാണ്. ഇനി ഇതേ എണ്ണ പാത്രം മാറ്റുകയാണ്. മറ്റൊരു ചീനച്ചട്ടി പോലത്തെ ഒരു പാത്രത്തിലേക്ക് അത് നമ്മളിതിലേക്ക് ഒഴിക്കുന്നു. മറ്റൊരു പാത്രമാണ്. കാര്യം ഇനി നമുക്ക് വഴറ്റാനായിട്ടെല്ലാം കുറച്ചുകൂടെ വലിയ പാത്രം വേണം. അതുകൊണ്ട് പരന്നൊരു പാത്രം കുറച്ചുകൂടി. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ ഓരോന്നായിട്ട്. ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇത് കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും അതേ അളവ് 1.5 ടേബിൾ സ്പൂൺ. പിന്നെ പച്ചമുളക് ഒരു 7-8 പച്ചമുളക് ചതച്ചത്. ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഇതിനോടൊപ്പം ഇച്ചിരി സവാളയും കൂടി ചേർത്താലും മതിയാകും. തീയൊരൽപ്പം കൂട്ടി കൊടുക്കാം. അപ്പോൾ എണ്ണ ഇതെല്ലാം വറുത്ത എണ്ണ ആയതുകൊണ്ടാണ് ഈ കളറാണ് നമുക്ക് ആവശ്യം. കാര്യം നമ്മൾ ഇനി ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട് അതാണ് നമ്മളുടെ മസാലയിൽ കിട്ടുന്ന കളർ. ഒരു മൂത്ത മണം വന്നു തുടങ്ങട്ടെ. ഇപ്പോഴും ഒരു പച്ച മണം തന്നെയാണ് വരുന്നത്, കുറച്ച് മാറണം. അപ്പോൾ മസാല പ്രോസസ്സ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇത് നമ്മൾ ബിരിയാണി അരി വേവിക്കാനുള്ള വെള്ളം. അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇവിടെ ചെറുതായിട്ട് മൂത്ത് തുടങ്ങി. പച്ചച്ചുവയെല്ലാം മാറിക്കഴിഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിലേക്ക് സവാള 3 സവാള ചെറുതായി അരിഞ്ഞത്.
ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. ഇത് പാകത്തിന് മൂക്കട്ടെ, സവാളയെല്ലാം പാകത്തിന് മൂത്ത് നിറം മാറി വരണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പാകത്തിന് മൂത്തിട്ടുണ്ട്. നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങുന്നു. കംപ്ലീറ്റ് ബ്രൗൺ ആകരുത്. ഇനി നമ്മളിതിലേക്ക് ടൊമാറ്റോ, ഇത് 3 വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്, ഇതും ചേർക്കും. അങ്ങനെ ടൊമാറ്റോയും ചേർക്കും. ഇനി ടൊമാറ്റോയും കൂടി ഇതിൻ്റെ കൂടെ ചേർന്ന് ഒന്ന് വഴണ്ട് വരണം. ഒന്ന് വാടി അതിൻ്റെ ഒരു എന്താ പറയുക പാകം, ഒരു കുഴഞ്ഞ പാകമായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന 2 കഷ്ണം മീനും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോയുടെ കഷ്ണങ്ങളും വെന്ത കുഴഞ്ഞ് ഈ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂട്ടിലേക്ക് യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 കഷ്ണം മീൻ, ഇത് വറുത്ത മീനല്ല, ഇത് പച്ചയ്ക്ക് മാറ്റി വെച്ചതാണ്, അതും കൂടി ഇടുന്നു. എന്നിട്ട് ഇതിൻ്റെ കൂടെ കിടന്ന് ഈ മീൻ വേഗം ശരിക്കും വെന്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തവി കൊണ്ട് ഇളക്കി അതിനെ കുത്തി ഇളക്കി ചെറിയ ചെറിയ പീസസ് ആക്കി ഇതിൻ്റെ കൂടെ അങ്ങ് യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ സത്തൊക്കെ അതിലേക്ക് കിട്ടാനായിട്ട്. അതിന് പീസായിട്ട് തന്നെ കിടക്കണ്ട, നമുക്കത് ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതിയാകും മീനിൻ്റെ പീസ്. അപ്പോഴാണ് ശരിക്കും ഫിഷ് ബിരിയാണിക്ക് ആ മണം കിട്ടുന്നത്. മീനിൻ്റെ ഒരു മണം, രുചിയെല്ലാം മസാലയിൽ വരും. ഇതിങ്ങനെ ഇതിനകത്ത് കിടന്ന് വേകട്ടെ. ഈ സമയം നമ്മളുടെ വെള്ളം തിളച്ച് തുടങ്ങി, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ 4 കപ്പ് അരി, ഏതാണ്ടൊരു 6 കപ്പ്, 1 കിലോയിൽ 6 കപ്പ് അരി ഉണ്ടാകും. അതിൽ 4 കപ്പോളം ഞാൻ അളന്ന് കഴുകി ഊറ്റി വെച്ചിരിക്കുവാണ്. ചില ടൈപ്പ് അരി വാങ്ങുകയാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താണ് ചേർക്കേണ്ടത്. അത് ഓരോ അരിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. ഇത് നല്ല കൂടിയ ഇനം ബസ്മതി റൈസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ കൈമ പോലെയുള്ള അരിയിലും ചെയ്യാം. നല്ല രുചിയുള്ള അരിയാണ് കൈമ അരി. ചെറിയ ചോറാണ് ഇത്, പക്ഷേ ഇച്ചിരി നീളമുള്ള അരിയാണ്. നല്ല ഇനം ബിരിയാണി അരി ബസ്മതി. ഇനി അരി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ഏതാണ്ടൊരു 3/4 ഭാഗം വേഗം മീനിൻ്റെ പീസ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയും മീനിങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി പീസ് അതിൻ്റെ കൂടെ യോജിക്കട്ടെ. ഇതൊരു ഫിഷി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില, ഇച്ചിരി കുറച്ച് പുതിനയില, കുറച്ച് അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഇങ്ങനെ ഇടയ്ക്ക് ചേർക്കാം. ഇപ്പം നല്ല മണമാണ്. ഈ മുറി ആകെ ഒരു നല്ല ഫിഷ് ബിരിയാണി മണം വന്നു കഴിഞ്ഞു. ഇവിടെ ബസ്മതി റൈസ് ഈ സൈഡിൽ വേകാനായിട്ട് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ മസാല റെഡിയാകുന്ന സമയം കൊണ്ട് ഒരു കാര്യം ചെയ്യാം. കുറച്ച് മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടി നമുക്ക് തയ്യാറാക്കണം. അതിന് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് കാര്യം വേറൊന്നുമില്ല. പട്ട, ഒരു 2 കഷ്ണം പട്ട, ഇത്ര. പിന്നെന്താ, ഒരു 5 ഏലക്ക, അതുപോലെ തന്നെ ഒരു 5 ഗ്രാമ്പു. ഇതിനോടൊപ്പം പെരിഞ്ചീരകം, നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാജീരകം ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് ജീരകമാണ് സാജീരകം. പിന്നെ നല്ല ജീരകം നമ്മൾ സാധാരണ തോരനും അവിയലിനൊക്കെ അരയ്ക്കുന്ന അതൊരു 1/4 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഒരു ബിരിയാണി മസാല പൗഡർ കിട്ടും. അതാണ് നമ്മൾ അവസാനം ദമ്മിടുന്ന സമയത്ത് മസാല പൊടിയായിട്ട് മേളിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇത് പൊടിക്കണം. നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ മസാല ഇവിടെ മീനിൻ്റെ കഷ്ണമെല്ലാം വെന്ത് കണ്ടല്ലോ, ഇതിന് അകത്തേക്ക് യോജിച്ചുകൊണ്ടിരിക്കുകയാണ്. പീസൊക്കെ ഇപ്പോൾ കഷ്ണങ്ങൾ അതിനകത്തൊരു ശകലം തൊലിയെല്ലാം കൂടി ചേർത്ത് ആ എല്ലിൻ്റെ പീസും എല്ലാം ഉണ്ടായിരുന്നു. നടുക്കത്തെ എല്ലും സൈഡിലെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇങ്ങനെ ഇതിനോടൊപ്പം യോജിച്ച് കഴിഞ്ഞു. പീസൊന്നും കാണുന്നില്ല, പീസെല്ലാം ഇതിനോടൊപ്പം യോജിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ, ഇത് ഫിഷ് ബിരിയാണിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാകണം. കുറച്ച് നാരങ്ങ നീര് കുറച്ചേറെ ചേർക്കണം. ഇപ്പോൾ ടൊമാറ്റോ 3 ചേർത്ത് കഴിഞ്ഞു, എങ്കിലും ഒരു 3 ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ 1, 2, 3, 4, 5 ടേബിൾ സ്പൂണോളം
നാരങ്ങ നീര്. അപ്പോൾ ചെറിയ നാരങ്ങ ഒരു 3 പിഴിഞ്ഞെടുത്ത് വയ്ക്കുക. ആ നീരും കൂടി ചേർക്കാം. നമ്മളുടെ റൈസിനെ നമ്മൾ മറക്കണ്ട, അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹാഫ് കുക്ക്ഡായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അരി വേകുന്ന വെള്ളത്തിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞു. ആ സമയം കൊണ്ട് നമ്മളുടെ മസാല ഇവിടെ റെഡിയാകും. മസാലയുടെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഒരു കാര്യം ചേർക്കുന്നത്. എന്താണ്? തേങ്ങ അരച്ചത്, നല്ല മഷി പോലെ അരച്ച് അരമുറി തേങ്ങ. അരമുറി തേങ്ങ ചെറുകി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടെ മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇച്ചിരി കൂടെ പുതിനയില, കുറച്ച് മല്ലിയിലയും കൂടി. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിരുന്ന പാത്രത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാനിതിലേക്ക് യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മസാല നല്ല കുഴഞ്ഞ ഒരു സെമി ഗ്രേവി ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ മസാല റെഡി. ഇനി മസാലയിലേക്ക് ഒരു കാര്യം, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ മുഴുവൻ മീനും ഇതിനകത്ത് ഇപ്പോൾ ഇടരുത്. ഇതിലേക്ക് ഒരു 2 മീനിടാം, 2 പീസ്. ഇത് മതി ഇപ്പോൾ. ബാക്കി മീനിൻ്റെ പീസസ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. ഇത് ദമ്മിട്ട് റെഡിയാക്കി കഴിഞ്ഞിട്ട് വിളമ്പുന്ന സമയത്ത് ഈ പീസസ് എല്ലാം ചോറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കണം. എല്ലാം കൂടി ഇട്ടാലും എല്ലാം കൂടി കുഴഞ്ഞു പോകും. അപ്പോൾ 2 പീസ് ഇതിലേക്ക് വറുത്തത് ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ വറുക്കാത്ത പീസും 2 ഉണ്ട്, പൊടിച്ച് ചേർത്തിട്ടുണ്ട്. 2 പീസ് വറുത്തതും ചേർത്തു. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. ഇനി ഈ മസാല റെഡിയാണ്. റൈസ് ഏകദേശം എടുക്കാറായി. ഇനി നമുക്ക് ദം പ്രോസസ്സിലേക്ക് മാറാം. ഇനി നമ്മളൊരു കുക്കർ അടുപ്പിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാല അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ നിരത്തുക. ഇതാണ് നമ്മളുടെ ബിരിയാണിയുടെ മസാല, ഫിഷ് ബിരിയാണിയുടെ മസാല. ഒരു ലെയർ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്, 1/4 ഭാഗം. ഇതിൻ്റെ മുകളിലായിട്ട് നിരത്താൻ പോകും. അപ്പം ഊറ്റി പ്രത്യേകം വയ്ക്കുന്നില്ല. ഇതിനകത്തേക്ക് നമ്മൾ കണ്ണാപ്പ കൊണ്ട് കോരി ഇതാണ് ദമ്മിടുകയാണ് ഞാൻ. ഇത് കുക്കറിലാണ് നമ്മളിപ്പോൾ ദമ്മിടുന്നത്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ റൈസ് ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ 1/2 കിലോ മീനിന് 1/2 കിലോ ബിരിയാണി അരി, അത്ര വിചാരിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കാര്യം കൂടി വേണം, അതായത് നെയ്യ്. നമ്മൾ 1/2 കപ്പ് നെയ്യ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ബിരിയാണിയിലും നെയ്യ് ചേർക്കുന്നത്. ഇതുവരെ നമ്മൾ നെയ്യ് ചേർത്തില്ല. മസാലയെല്ലാം നമ്മൾ എണ്ണയിലും ഡാൽഡയിലുമാണ് തയ്യാറാക്കിയത്. ഇനി നമുക്കൊരു അത് 1/4 to 1/2 കപ്പ്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇപ്പോൾ 1/2 കപ്പ് നെയ്യ് വേണം എന്നില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് നെയ്യായാലും മതി. മുകളിലിട്ട് കൊടുത്താൽ മതി. ഈ നെയ്യ് ചൂടാകുമ്പോൾ താഴേക്ക് പോയിക്കോളും. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട്, അതാണ് നമ്മൾ പൊടിച്ച് വെച്ച മസാല. ഇത് ബിരിയാണി മസാല പൗഡർ. അത് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ തൂവുക, നമ്മളിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ കുക്കർ ഒന്ന് അടയ്ക്കുകയാണ്. ഇതിപ്പോൾ ചെറിയ തീയിലാണ് കിടക്കുന്നത്. ചെറിയ തീയിൽ തന്നെ കിടക്കട്ടെ. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ വെയിറ്റ് ഇടേണ്ട ഭാഗത്തു നിന്നും ആവി ഇങ്ങനെ ശരിക്കും വരും. ആവി വന്ന് തുടങ്ങുമ്പോൾ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെയിറ്റ് ഇട്ടിട്ട് വിസിൽ കേൾക്കേണ്ട ആവശ്യമില്ല. വെയിറ്റും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കംപ്രസ്ഡ് ആകും അത്. അപ്പോൾ ഇങ്ങനെ ആവി ഇങ്ങനെ കയറിയിട്ട് ഒരു ചെറിയൊരു ശബ്ദം കേട്ട് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യുക. വെയിറ്റ് ഇട്ടിട്ട് വിസിൽ കേൾക്കാനായിട്ട് സമ്മതിക്കരുത്. നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ വെയിറ്റ് ഇടുക. എന്നിട്ടൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ഇടുന്നത് വരെ ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ആഹാ, നമ്മൾ ദം ഇപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ്. കുക്കറിൻ്റെ അടപ്പ് തുറന്നു.
അപ്പോൾ നല്ലൊരു മണം. കാര്യം മസാലയാണ് ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്നത്. ഇനി ഇത് നമ്മൾ കണ്ടല്ലോ ഇങ്ങനെയാണ്. ഇനി നമ്മളിത് തിരിച്ചിടുകയാണ്. ഈ പാത്രത്തിലേക്ക് തട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കമഴ്ത്തിയിട്ടു. ഇനി നമ്മൾ തവി വെച്ചല്ല ഇളക്കേണ്ടത്, പാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തുനിന്നും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ നെയ്യെല്ലാം താഴേക്ക് ഇറങ്ങി എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിയില ഇടാം. കൂടാണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് അതിങ്ങനെ ചെറുതായിട്ട് ഇടയിലേക്ക് വെച്ച് കൊടുക്കുക. എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ. ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വയ്ക്കാം. ഇനി കഴിക്കുന്നവർക്ക് ഓരോ പീസ് കഴിക്കാൻ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ടോട്ടലായിട്ട് ഇപ്പോൾ 8-ൽ 2 പീസ് പച്ചയ്ക്ക് മാറ്റി 2 പീസ് അല്ലാണ്ട് ഇട്ടു. അപ്പോൾ ഒരു 6 പീസ് എന്തായാലും അതേ ഷേപ്പിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ 6 പേർക്ക് സുഖമായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. ഒരു പീസ് ഫിഷും അതിനോടൊപ്പം കുറച്ച് ചോറും. അപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗരം മസാലയുടെ ബിരിയാണി മസാലയുടെ ബാക്കി ലാസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിലർക്ക് അങ്ങനെ മസാലയുടെ മണം അധികം വേണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വേറൊന്നും ചെയ്യാനില്ല, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ മീനെല്ലാം ഇങ്ങനെ ശരിക്കും അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ അലങ്കരിച്ചു. ഇനി കുറച്ച് ആദ്യമേ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാള മുകളിലായിട്ടിടാം. അപ്പോൾ അതായി ലാസ്റ്റ് അലങ്കാരം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടൊമാറ്റോ ഫ്ലവർ. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കൊണ്ടുള്ളൊരു അലങ്കാരം. പിന്നെ അതിനോടൊപ്പം ഒരു ചെറിയ ഗ്രീനിന് പച്ച ഒരു കോൺട്രാസ്റ്റ് നമ്മളൊരു പുതിനയുടെ ഒരു ഇല. അപ്പോൾ എല്ലാം ആയി കഴിഞ്ഞു. അങ്ങനെ നല്ല മണവും നല്ല രുചിയും കാണാനും നല്ല ഭംഗിയുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദം സ്റ്റൈൽ ഫിഷ് ബിരിയാണി നമ്മുടെ ബക്രീദ് സ്പെഷ്യൽ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ രീതിയിൽ തന്നെ തയ്യാറാക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി ഡയോസ് മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രമ്മിലൂടെ വീണ്ടും കാണാം.